ജർമ്മനിയിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ഏറ്റവും വലിയ ആകുലത എന്ന് പറയുന്നത് എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ജർമ്മനിക്ക് വരുമ്പോൾ കൊണ്ടുവരണം എന്നുള്ളതായിരിക്കും. എന്തൊക്കെ കൊണ്ടുവരണം, ഇവിടെ എന്തൊക്കെ മേടിക്കാൻ കിട്ടും, ഇനി കൊണ്ടുവന്ന ഫ്ലൈറ്റിൽ നിന്ന് എടുത്ത് കളയുവോ, നമ്മൾ ഒന്നും എടുക്കാണ്ട് വന്നതിന് ശേഷം ഇവിടെ അത് കിട്ടത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഭയങ്കര പാടായിട്ട് വരത്തില്ലേ. ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്ന എല്ലാം ജർമ്മനിയിൽ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണല്ലേ. പക്ഷേ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പം ജർമ്മനിയിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ഏറ്റവും വലിയ ആകുലത എന്ന് പറയുന്നത് എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ജർമ്മനിക്ക് വരുമ്പോൾ കൊണ്ടുവരണം എന്നുള്ളതായിരിക്കും. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ വന്ന സമയത്ത് എനിക്ക് ഫ്ലൈറ്റിൽ 30 കിലോ ലഗേജും പിന്നെ 7 kg നമ്മുടെ ക്യാരി ബാഗും അത്രയും മാത്രമേ കൊണ്ടുവരാൻ പറ്റുമായിരുന്നുള്ളൂ. എനിക്കാണെങ്കിൽ അതിന് ഭയങ്കര കൺഫ്യൂഷൻ, എന്തൊക്കെ കൊണ്ടുവരണം, ഇവിടെ എന്തൊക്കെ മേടിക്കാൻ കിട്ടും, ഇനി കൊണ്ടുവന്ന ഫ്ലൈറ്റിൽ നിന്ന് എടുത്ത് കളയുവോ, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ഇനി ഇവിടെ നമ്മൾ ഒന്നും എടുക്കാണ്ട് വന്നതിന് ശേഷം ഇവിടെ അത് കിട്ടത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഭയങ്കര പാടായിട്ട് വരത്തില്ലേ. അങ്ങനെ എനിക്ക് ഭയങ്കര ആകുലതകളൊക്കെ ആയിരുന്നു. എന്ത് ചെയ്യണം, എനിക്ക് അങ്ങനെ ചോദിക്കാനൊന്നും ആരും അങ്ങനെ ഉണ്ടായില്ല. അപ്പം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ ഞാൻ കൊണ്ടുവന്ന പല സാധനങ്ങളും ആക്ച്വലി ഞാൻ കൊണ്ടുവരണ്ടായിരുന്നു, കാരണം അതൊക്കെ ഇവിടെ കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ എനിക്ക് ആ ഒരു സ്പേസിലേക്ക് വേറെ സാധനങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കാമായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് വരുമ്പം ഇപ്പൊ ചിലവർക്ക് എല്ലാവർക്കും 46 കിലോയൊക്കെ കൊണ്ടുവരണമെന്നില്ല. 46 കിലോയൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നവർക്ക് കുറെ സാധനങ്ങളൊക്കെ കൊണ്ടുവരാം. ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രയോറിറ്റി ആയിട്ട് കൊണ്ടുവരണം എന്നതിനെ കുറിച്ച് എല്ലാവർക്കും ടെൻഷൻ ഉണ്ടാവും. ഇനി എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നില്ലെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് എത്തിക്കാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പാടല്ലേ. ഈ ഇൻകേം സാധനങ്ങൾ എന്തെങ്കിലും നമ്മൾ കൊണ്ടുവന്നില്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നാട്ടിൽ നിന്ന് അയപ്പിക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒന്നും ഓർത്താൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എന്തെന്ന് പറഞ്ഞാലും ഫാമിലി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്ത് ജർമ്മനിക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ നടക്കുന്ന കാര്യമല്ലല്ലോ. അപ്പൊ എന്തായാലും സിംഗിൾ ആയിട്ടായിരിക്കും വരിക. അതിനുശേഷം അപ്പൊ കൂടുതൽ നമ്പർ ഓഫ് ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഫാമിലി ആയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരുടെയും വെയിറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുറെ സാധനങ്ങൾ കൊണ്ടുവരാന്ന് വയ്ക്കാം. പക്ഷെ ഒരാൾ ഒറ്റയ്ക്കായിട്ട് വന്നു കഴിഞ്ഞാലും അതിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണമെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോണേ. ഏറ്റവും ആദ്യം നമുക്ക് ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുവരണമെന്ന് നോക്കാം. നമ്മുടെ നാട്ടിൽ നമ്മുടെ ഐഡന്റിറ്റി തെളിയിപ്പിക്കുന്ന കുറെ സാധനങ്ങളൊക്കെ ഇല്ലേ, എന്ന് വെച്ചാൽ നമ്മുടെ വോട്ടേഴ്സ് ID, ആധാർ കാർഡ്, പാൻ കാർഡ്, അങ്ങനത്തെ സാധനം ഒന്നും കൊണ്ടുവരണം കേട്ടോ. ഇപ്പൊ നമുക്ക് പാസ്പോർട്ട് എന്തായാലും വേണം, കാരണം പാസ്പോർട്ട് നമ്മൾ നമ്മുടെ കയ്യിൽ പെട്ടെന്ന് എടുക്കാൻ പാകത്തിനുള്ള സ്ഥലത്ത് വെക്കണം. കാരണം അത് നമ്മൾ ഫ്ലൈറ്റിൽ പോരാൻ നേരത്തെ നമ്മുടെ എയർപോർട്ടിൽ നമ്മുടെ അടുത്ത് ചോദിക്കും. അതുകൊണ്ട് ഈ സാധനം പാസ്പോർട്ട് എന്തായാലും പാസ്പോർട്ടിന്റെ കൂടെ ആയിരിക്കും നമ്മുടെ വിസയും ഉള്ളത്. അത് കാരണം ആ സാധനം നമ്മൾ എടുക്കാൻ പറ്റുന്നുള്ള ഏറ്റവും എളുപ്പത്തിൽ എടുക്കാൻ പാകത്തിലുള്ള സ്ഥലത്ത് വേണം ഈ സാധനം വെക്കാനായിട്ട്. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റുകളെല്ലാം നമുക്ക് പഠിച്ചിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും SSLC, +1, +2, പിന്നെ ഇപ്പൊ നഴ്സിംഗ് പഠിച്ചത്, എഞ്ചിനീയറിംഗ് പഠിച്ചത്, അങ്ങനെ നമ്മൾ പഠിച്ച വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തു വെക്കണം. ആവശ്യം ഉണ്ടാവണമെന്നില്ല, എന്നാലും ഈ സാധനങ്ങൾക്ക് നമുക്ക് വേണം. അതുപോലെ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റും കൂടെ എടുത്തു വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ കല്യാണം കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞതിന്റെ മാരേജ് സർട്ടിഫിക്കറ്റും കൂടെ എടുത്തു വെക്കണം. ഫാമിലി ആയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം സ്പൗസ് വിസ കിട്ടിയൊക്കെ ഫാമിലി കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ അപ്പൊ അന്നേരം വരുന്ന സമയത്ത് കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ എടുത്തു വെക്കണം. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതൊക്കെയാണ് സർട്ടിഫിക്കറ്റ്സിനകത്ത് വരുന്നത്. പിന്നെ വരുന്നതാണ് നമ്മുടെ മെഡിസിൻസ് ഒക്കെ. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ചിലവര് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് എടുക്കേണ്ട മരുന്നുകൾ കഴിക്കുന്നവരും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ളവര് അതിന് പ്രിസ്ക്രിപ്ഷനോട് കൂടിയൊക്കെ നമ്മൾ സാധനങ്ങൾ കൊണ്ടുവരണം. പിന്നെ അത് ഒരുപാട് കൊണ്ടുവരാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ വന്ന് ഹൗസ് ആസ്റ്റിന്റെ അടുത്ത് നമുക്കത് രജിസ്റ്റർ ചെയ്ത് ബാക്കി ഇവിടുത്തെ രീതിക്ക് അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ അതുപോലെ നമുക്ക് വേണ്ട ഇപ്പം ചുമയുടെ ജലദോഷത്തിന്റെ മരുന്നുകൾ എന്ന് വെച്ചാൽ ഇപ്പൊ പാരസെറ്റമോൾ, ഇബുപ്രോഫിൻ, അങ്ങനത്തെ മെഫ്താൾ, അങ്ങനെ കുറെ കോമൺ മരുന്നുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ കൊണ്ടുവരുന്നതിന് പ്രശ്നമൊന്നുമില്ല. അതൊക്കെ ഒരു നിശ്ചിത അളവിൽ മാത്രം കൊണ്ടുവരിക. പിന്നെ ഇപ്പൊ എന്തെങ്കിലും ആയുർവേദ മരുന്നൊക്കെ ഉണ്ടല്ലോ, ഇപ്പം ഈ കൃഷ്ണ തുളസി കഫ് സിറപ്പ്, അതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ സാധനങ്ങളൊക്കെ 1 ബോട്ടിൽ 2 ബോട്ടിലൊക്കെ കൊണ്ടുവരുന്നതിന് പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ലഗേജിന്റെ അകത്ത് സൂക്ഷിച്ച് പൊതിഞ്ഞ് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഏലാതി മിഠായി കൊണ്ടുവരുന്ന ആളുകളുണ്ട്. അങ്ങനെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പ്രിസ്ക്രിപ്ഷൻ വേണ്ട മെഡിസിൻസ് എല്ലാം പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ ക്യാഷ് ആണെന്നുണ്ടെങ്കിലും അവനവന്റെ ആവശ്യം അനുസരിച്ചുള്ള ക്യാഷ് കാര്യങ്ങൾ യൂറോ ആക്കി കൊണ്ടുവരിക. പിന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നോട്ട് മാത്രം അല്ലാണ്ട് കോയിനും കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. എത്ര യൂറോസ് കൊണ്ടുവരണം എന്നുള്ളത് നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലവർക്ക് 200 യൂറോയൊക്കെ മതിയായിരിക്കും, ചിലവർക്ക് അന്നേരം 400 യൂറോ വേണ്ടി വരുമായിരിക്കും. അങ്ങനെ വ്യത്യാസം വരും. ഇനിയാണ് മെയിൻ സാധനം വരാൻ പോകുന്നത്. ഇനി മെയിൻ സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് കുക്കർ. നമ്മുടെ റൈസ് കുക്കർ ഇല്ലേ, റൈസ് കുക്കർ എന്നാ പറയുന്നത്, വിസിലടിച്ച് വരുന്ന കുക്കർ,
ആ കുക്കറിലാണ് ഇവിടെ മെയിൻ ആയിട്ടും എല്ലാവരും ചോറൊക്കെ വയ്ക്കുന്നത്. നമ്മുടെ നാട്ടിൽ മറ്റേ വെള്ളത്തിൽ അരി ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുന്ന ഒരു ഇതാണല്ലോ. പക്ഷെ ഇവിടെ ആർക്കും അതിനുള്ള സമയമില്ലാത്തത് കൊണ്ടും കുക്കർ എളുപ്പത്തിൽ വരുന്നത് കൊണ്ടും എല്ലാവരും തന്നെ കുക്കറാണ് യൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ നാട്ടിലെ ചീനച്ചട്ടി കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടെ എന്നൊക്കെ പറഞ്ഞ പ്രത്യേക അടുപ്പുകളൊക്കെ. അപ്പോൾ ഓരോ അടുപ്പിനും പ്രത്യേകമായിട്ട് ഇന്ന സാധനങ്ങൾ ഉപയോഗിക്കാവുള്ളൂ എന്നുണ്ട്. അപ്പം കോമൺ ആയിട്ട് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ എളുപ്പമായിരിക്കും. ഇത് ഞാൻ ജർമ്മനിയിൽ വന്ന സമയത്ത് ഏറ്റവും ആദ്യം കൊണ്ടുവന്നത് എൻ്റെ കുക്കറാണ്. 5.5 വർഷം പ്രായമുള്ളൊരു കുക്കറാണ്. ഈ കുക്കർ ഞാൻ വന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് എനിക്ക് ചോറ് വെക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇത് എനിക്ക് തോന്നുന്നത് 3 ലിറ്ററിന്റെ കുക്കറാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരാൾക്ക് ഇത് മതി കേട്ടോ. ഇത് ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് പറയുവാണ്. ഒരാൾക്ക് ഇത് മതി. ഈ കുക്കർ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ആവശ്യത്തിന് ഈ കുക്കർ മതി. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഞാൻ ഇതിനകത്ത് ചോറ് വെക്കും, പയറുണ്ടാക്കും, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഞാൻ ഇതിൻ്റെ അകത്ത് വേവിച്ചെടുക്കേണ്ട എല്ലാ സാധനങ്ങളും. ഇപ്പം ഞാനാണെങ്കിൽ ബീഫൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഇതിൻ്റെ അകത്താണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒരാൾക്ക് അത് മതിയല്ലോ. ഇത് ഞാൻ സിംഗിൾ സ്റ്റാറ്റസിൽ നിന്ന് മാറിയപ്പോൾ വാങ്ങിച്ച കുക്കറാണ്. ഇത് ആക്ച്വലി 5 ലിറ്ററിന്റെ കുക്കറാണ്. ഇത് കുറച്ച് അധികമാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഇപ്പൊ ഫാമിലി ആയിട്ടുള്ളവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഹസ്ബൻഡ് വൈഫ് മാത്രമല്ല പിള്ളേരൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കുക്കർ മേടിക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പം ഇവിടെ ആളുകളൊക്കെ ഉള്ളവർ ഇപ്പൊ കുറെ പേര് വരും, അല്ലെങ്കിൽ ഇപ്പൊ സ്റ്റുഡൻസ് ഒക്കെ ഒന്നിച്ച് താമസിക്കുന്ന സമയത്ത് എല്ലാവർക്കും കൂടെ കൂടിയിട്ട് ഫുഡൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുക്കർ മേടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ആക്ച്വലി 5 ലിറ്ററിന്റെ കുക്കർ ഇച്ചിരി കൂടുതലായിട്ടുള്ള കുക്കറാണ്. നമ്മൾ ഡെയിലി ഒക്കെ ചോറ് വെക്കുന്നു. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ഡെയിലി ചോറ് വെക്കും. അപ്പൊ അത് കാരണം ആ കുഞ്ഞു കുക്കറാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പാകമാണ്. പക്ഷെ ഇപ്പം എല്ലാവർക്കും അതിനുള്ള സമയമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് കഴിക്കുമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ കുക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആയിട്ടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ആദ്യമായിട്ട് വരുന്നവർക്കൊന്നും ഈ കുക്കിങ്ങിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവണമെന്നില്ലല്ലോ. പിന്നെ നമ്മൾ ചെയ്താണല്ലോ പഠിക്കും. ഇപ്പം ഞാനും അങ്ങനെയായിരുന്നു. എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. വന്നാണ് ഞാൻ എല്ലാ സാധനവും ഉണ്ടാക്കി പഠിച്ചത്. അപ്പം ഇങ്ങനത്തെ സാധനം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കുന്നവർക്ക് പക്കായാണ് ശരിക്കും പറഞ്ഞാൽ. എല്ലാ ടൈപ്പ് അടുപ്പിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീലിന്റെ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അത് ഉള്ളിൽ നിന്ന് അടയ്ക്കാൻ പാകത്തിനുള്ള കൂട്ട് മേടിക്കുന്നതായിരിക്കും നല്ലത്, പുറത്ത് അടയ്ക്കുന്നതിനേക്കാൾ. ഇതാണ് ഞാനിവിടെ ചായ വെക്കാൻ ഉപയോഗിക്കുന്ന പാത്രം. ഈ പാത്രം ഞാൻ ഇവിടുന്ന് വാങ്ങിയതാട്ടോ. അതുകൊണ്ട് ഇങ്ങനത്തെ പാത്രങ്ങളൊന്നും മേടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ ഒരു പാത്രം ഉണ്ടെങ്കിൽ 4 പേർക്ക് ചായ വെക്കാൻ പറ്റും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനം എന്ന് എനിക്ക് ഫീൽ ചെയ്തൊരു സാധനമാണിത്. ഇത് അരിപ്പയാണ്. ഇപ്പം നമ്മൾ ചോറ് വാർക്കുന്ന അരിപ്പയില്ലേ, ആ സാധനമാണിത്. ഞാനിവിടെ വന്നിട്ട് നോക്കിക്കഴിഞ്ഞ സമയത്ത് ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ അമ്മയൊക്കെ ഇങ്ങനെ വാർക്കുന്ന കലത്തിൽ നിന്ന് ഇങ്ങനെ വാർത്തെടുക്കുന്നതാ. അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്കറിയില്ല. എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ അറിയണോ നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പം ഞാനാണെങ്കിൽ കുക്കറി ചോറ് വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടും. അപ്പോൾ തന്നെ വാർന്ന് പൊക്കോളും. അപ്പം അത്രയ്ക്കൊന്നും മരുങ്ങില്ലാത്ത ആളുകൾക്ക് ഈ സാധനം ഭയങ്കര ഒരു ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് പ്ലാസ്റ്റിക്കിൻ്റെയാണ്. അപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ഇനിയിപ്പോ ഇവിടെ സ്റ്റീലിന്റെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഞാൻ കുറെ സ്ഥലത്ത് നോക്കിയിട്ടൊന്നും എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം വാങ്ങിയിട്ട് വന്ന സാധനമാണിത്. ഇതിൽ നമുക്ക് ചോറ് വാർത്തെടുക്കാൻ പറ്റും. കുട ഇതിപ്പോ ഇവിടുന്ന് വാങ്ങിയിരിക്കുന്ന കുടയാണ്. പക്ഷെ എൻ്റെ കയ്യിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുടയുണ്ട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുടയാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം ഇതാണെന്നുണ്ടെങ്കിൽ ഒട്ടും ശക്തിയില്ലാത്ത കുടയാണ്. എന്ന് വെച്ചാൽ ഇതിന്റെ കമ്പിക്കൊന്നും ഒട്ടും ശക്തിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒട്ടും വലിപ്പവും കുറവാണ്. അത് കാരണം ചെറുതായിട്ടൊരു കാറ്റ് വന്നാൽ പോലും കാറ്റ് പിടിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്നത്തെ കുടയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വരുന്ന സമയത്ത് നാട്ടിൽ നിന്ന് ഒരു കുട വാങ്ങിയിട്ട് വരുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇതൊക്കെയാണ് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ള സാധനങ്ങൾ. നിങ്ങൾക്ക് ഇവിടെ ആരും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റ്, ബ്രഷ് അതൊക്കെ ചെറിയ ഹാൻഡി ആയിട്ട് കൊണ്ടുവരുന്ന, ഇപ്പോൾ ഒത്തിരി വെയിറ്റ് കൊണ്ടുവരാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നമുക്ക് ഉള്ള അങ്ങനത്തെ മോഡൽ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരുന്നതായിരിക്കും നല്ലത്. കാരണം പേസ്റ്റ്, ബ്രഷ്, പിന്നെ ഷാമ്പൂ, കണ്ടീഷണർ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവിടെ മേടിക്കാൻ കിട്ടും. ഇവിടുത്തെയാണ് നല്ലത്. ഇപ്പൊ ഫേസ് ക്രീം കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഇവിടുത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം ഞാൻ വന്ന സമയത്ത് എനിക്ക് മുഖമൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുമായിരുന്നു, സ്കാൽപ്പൊക്കെ ഡ്രൈ ആവും, അങ്ങനെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുമായിരുന്നു. അപ്പൊ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ക്രീമും കാര്യങ്ങളും ഒന്നും എനിക്ക് യൂസ് ചെയ്തിട്ട് പറ്റുന്നുണ്ടായില്ല. അങ്ങനെ ഞാൻ കുറെ ക്രീം യൂസ് ചെയ്തിട്ടാണ് എനിക്ക് പറ്റിയ ക്രീം ഏതാണെന്ന് മനസ്സിലായത്. അപ്പൊ അങ്ങനെ വന്ന് സ്വന്തമായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഷാമ്പൂ, കണ്ടീഷണറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കൂട്ട് സാധനങ്ങളെല്ലാം വാങ്ങിക്കാൻ പറ്റും. പിന്നെ പറഞ്ഞാൽ ഷൂസ്. ഞാൻ നാട്ടിൽ നിന്ന് ഷൂസൊക്കെ മേടിച്ചോണ്ട് വന്നായിരുന്നേ. പക്ഷേ തണുപ്പിന്റെ സാധനങ്ങളൊന്നും നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ട് വരരുതെന്നാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് തോന്നിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ജാക്കറ്റ് ആണെന്നുണ്ടെങ്കിലും ഷൂസ് ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളത് ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ആരും ഇല്ല, ഇവിടെ ആരും വാങ്ങിക്കാനില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സൈസൊന്നും മേടിക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരെണ്ണമൊക്കെ വല്ലതും വാങ്ങിയിട്ട് വരുന്നതായിരിക്കും നല്ലത്. എന്ന് വെച്ചാൽ അത് നിങ്ങൾ ഒത്തിരി നാൾ ഉപയോഗിക്കാമെന്നൊന്നും വിചാരിക്കരുത്. കാരണം ഇവിടുത്തെ തണുപ്പിൽ നമ്മുടെ നല്ല സാധനം വാങ്ങിയിട്ട് ഒരു കാര്യമില്ല, നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ സോക്സ് സാധനങ്ങളൊക്കെ ഞാൻ കുറേ സോക്സ് ഒക്കെ വാങ്ങിയിട്ടായിരുന്നു വന്നത്. പക്ഷെ അങ്ങനെ സോക്സ് ഒന്നും വാങ്ങിയിട്ട് വരേണ്ട ഒരു ആവശ്യമില്ല.
കാരണം ഇവിടെ സോക്സ് ഒക്കെ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് ചീപ്പായിട്ടുള്ള വിലക്കൊക്കെ കിട്ടും. അത് കാരണം അത്യാവശ്യം വേണ്ട സോക്സ് മാത്രം മേടിച്ചുകൊണ്ട് വന്നാൽ മതി. പിന്നെ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീൻസ് വാങ്ങിയിട്ട് വരുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ. ജീൻസും സാധനങ്ങളൊക്കെ എനിക്ക് കമ്പാരിറ്റീവ്ലി വില കൂടുതലായിട്ട് ഇവിടെ തോന്നിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലാണ് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ കാലാവസ്ഥ അനുസരിച്ച്, പക്ഷെ കാലാവസ്ഥ അനുസരിച്ച് ജീൻസിന് വ്യത്യാസമൊന്നുമില്ല. ഞാൻ നാട്ടിൽ ജീൻസ് തന്നെയാണ് ഇവിടെ എത്ര വിന്റർ വന്നാലും എത്ര മൈനസ് വന്നാലും ഇടാറ്. പക്ഷെ നമുക്ക് ജീൻസിനുള്ളിൽ ലെഗിൻസ് പോലത്തെ സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങിച്ചിടാൻ പറ്റും. അത് കാരണം നാട്ടിൽ നിന്നുള്ള ജീൻസ് വാങ്ങിയിട്ട് വരുന്നത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ ഒരുപാട് ഡ്രസ്സുകളൊന്നും വാങ്ങിച്ചുകൊണ്ട് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് കുറച്ച് ആവശ്യമുള്ള വെയിറ്റ് അനുസരിച്ച് ആവശ്യമുള്ള ഡ്രസ്സുകൾ മാത്രം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ബാക്കി ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങുന്നതാണ് നല്ലത്. അതാകുമ്പം ഇവിടെ വെച്ച് സമ്മറി ഇടുന്ന ഡ്രസ്സുകൾ സമ്മറി മാത്രമേ ഇടുകയുള്ളൂ. വിന്ററിൽ വേറെ കട്ടി കൂടിയ ഡ്രസ്സുകൾ ഇടണം. അപ്പം നമ്മൾ ആ ഡ്രസ്സുകളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. പിന്നെ ജാക്കറ്റുകളും അങ്ങനെയാണ്. നാട്ടിൽ നിന്ന് വന്നപ്പം നമ്മൾ ജാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വരണോ എന്നൊക്കെ പറഞ്ഞ കുറെ ആളുകളുണ്ട്. പക്ഷെ വേറെ ആളുകൾ പറഞ്ഞു ജാക്കറ്റ് മേടിക്കണ്ട, ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് ഇതല്ലേ പറ്റുള്ളൂ എന്ന്. അതുകൊണ്ട് ഞാനങ്ങനെ ജാക്കറ്റ് ഒന്നും വാങ്ങിയിട്ട് വന്നില്ല. ഞാൻ ഇവിടുന്ന് ജാക്കറ്റ് വാങ്ങിയത്. അതാണ് ഏറ്റവും നല്ലൊരു തീരുമാനം. പിന്നെ നമുക്ക് ഈ മുടി ചെയ്യുന്ന ചീപ്പുകളൊക്കെ ഇല്ലേ, ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചീപ്പ് എന്നാണ് പറയുന്നത്, മുടി ചെയ്യുന്ന ചീപ്പുകൾ. അപ്പൊ അത് ആർക്കെങ്കിലും ഒക്കെ സ്പെഷ്യലായിട്ട് ചീപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഞാൻ കട്ടി കൂടി ചീപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതൊന്നും എനിക്ക് ഇവിടെ കിട്ടിയിട്ടേ ഇല്ല, ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്നാണ് ആ ചീപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെ വാങ്ങുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ലേഡീസിന്റെ ഹെയർ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇപ്പൊ നമ്മുടെ ബുഷുകൾ കാര്യങ്ങളൊക്കെ, അതൊക്കെ നാട്ടിൽ നിന്ന് കുറച്ചൊക്കെ വാങ്ങിക്കൊണ്ട് വരുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇവിടുത്തെ സാധനങ്ങൾ കുറച്ചും കൂടെ വില കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറെ നാൾ ആദ്യമേ വന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര വില കൂടുതലായിട്ട് തോന്നും. പിന്നെ നമ്മൾ ഇതിനോട് യൂസ്ഡ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് അത്രയ്ക്ക് വില ഉള്ളതുപോലെ തോന്നില്ല. പിന്നെ ക്വാളിറ്റി എനിക്ക് നാട്ടിലത്തെ ക്വാളിറ്റിയാണ് കുറച്ചും കൂടെ കട്ടിയുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ മുടി ഇങ്ങനെ ബലത്തിൽ പിടിച്ചു വെക്കുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് നാട്ടിലെ സാധനങ്ങളാണ്. അപ്പൊ അങ്ങനെ താല്പര്യമുള്ള സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വേണമെന്ന് ആഗ്രഹമുള്ളവർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നാട്ടിൽ നിന്ന് മേടിച്ചിട്ട് വരുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻ. പിന്നെ നിങ്ങൾ നാട്ടിൽ പൗഡർ ഇടാറുള്ള ആളാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ എല്ലാവരും മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ അതല്ലാണ്ട് നമുക്കൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നല്ലോ പണ്ടിങ്ങനെ ചുമ്മാ ക്രീം തേച്ചിട്ട് പൗഡർ മാത്രം ഇടത്തില്ല. അപ്പൊ അങ്ങനെ പൗഡർ ഒക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് പൗഡർ മേടിച്ചിട്ട് വരുന്നതാണ് നല്ലത്. ഞാനിവിടെ ഒരു പൗഡർ പോലും കണ്ടിട്ടില്ല. ഇനി ഈ നോൺ സ്റ്റിക്കിന്റെ പാനും അത് ഇളക്കുന്ന പാത്രവും ഇളക്കുന്ന തവിയില്ലേ, ആ തവി സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ കിട്ടും. അതുപോലെ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള അടുപ്പ് എന്താന്ന് നോക്കിയിട്ട് അതിന് പറ്റിയ കൂട്ട് സാധനങ്ങൾ വേണം വാങ്ങിക്കാനായിട്ട്. സ്പൂൺ, ഫോർക്ക്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവിടെ മേടിക്കാൻ കിട്ടും. ഏറ്റവും ആദ്യത്തെ പ്രാവശ്യം വരുമ്പോൾ തന്നെ ഇഡ്ഡലി പാത്രം, പിന്നെ പുട്ടുണ്ടാക്കണ പാത്രം, ഇടിയപ്പം ഉണ്ടാക്കണ ഇങ്ങനെ കാണിക്കുന്ന സാധനങ്ങളെ അതൊന്നും കൊണ്ടുവരണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് അതിനുള്ള വെയിറ്റ് ഉണ്ടെങ്കിൽ മാത്രം കൊണ്ടുവന്നാൽ മതി. ഏറ്റവും ആദ്യം നമുക്ക് നാട്ടിലത്തെ ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് നാട്ടിലത്തെ ഭക്ഷണത്തിനോട് നമുക്ക് ഭയങ്കര ഒരു ക്രേവിങ്സ് ഒന്നും തോന്നത്തൊന്നുമില്ല. പക്ഷെ ഇവിടെ നിന്ന് കുറച്ച് നാൾ കഴിഞ്ഞ് ബ്രെഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമുക്ക് അതിനോടൊക്കെ തോന്നണത്. പിന്നെ ഇപ്പൊ സിംഗിൾ ആയിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ അങ്ങനെ ഉണ്ടാക്കുമെന്ന് പോലും എനിക്കറിയില്ല. ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ എല്ലാവരും അങ്ങനെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ആദ്യമൊക്കെ പ്രാവശ്യം വരുമ്പം വെയിറ്റ് കൂടുതലാണെങ്കിൽ ഈ വക സാധനങ്ങളൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പുട്ട് ഉണ്ടാക്കാൻ എളുപ്പമാണ്. മറ്റേ കുക്കറിന്റെ മുകളിൽ കുത്തി നിർത്തുന്ന കൂട്ട് സാധനം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ പുട്ടൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അതിനാണ് ഒട്ടും വെയിറ്റും ഇല്ല. അതുകൊണ്ട് അങ്ങനത്തെ സാധനമൊക്കെ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. പിന്നെ വലിയ വലിയ പാത്രങ്ങളൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല, അതൊക്കെ ഇവിടുന്ന് മേടിക്കാൻ പറ്റും. ഈവൻ ദോശ ഉണ്ടാക്കുന്ന വലിയ പാത്രമില്ലേ, അത് വരെ നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ കിട്ടും. എനിക്കൊക്കെ അങ്ങനത്തെ പാത്രമുണ്ട്. അതുകൊണ്ട് അർജന്റായിട്ട് ഈ സാധനങ്ങളൊന്നും കൊണ്ടുവരണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. അത്യാവശ്യം ഒരു പേനയൊക്കെ കൊണ്ടുവരേണ്ടത് നല്ലതായിരിക്കും. കാരണം ആദ്യമേ തന്നെ നമുക്ക് ഓടിപ്പോയി പേന മേടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ജോഡി കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ഇപ്പൊ ആദ്യം ആരും ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ബെഡ്ഷീറ്റ്, ഒരു പില്ലോ കവർ, ഒരു പുതപ്പ് അങ്ങനെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ വന്നതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കട്ടിൽ എന്താണോ അതിന്റെ അളവനുസരിച്ച് നമുക്ക് ബെഡ്ഷീറ്റും പില്ലോ കവറും അങ്ങനെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. അപ്പം ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സാധനം കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. യൂണിവേഴ്സൽ അഡാപ്റ്റർ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് കഴിയുമ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ കുത്തുന്ന കൂട്ട് സാധനങ്ങളായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ കുത്താൻ പറ്റത്തില്ല. അത് കാരണം യൂണിവേഴ്സൽ അഡാപ്റ്റർ കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടുന്ന് നമ്മൾ എന്തെങ്കിലും മേടിച്ച് യൂസ് ചെയ്യുന്നത് വരെ. ഇവിടുത്തെ സാധനങ്ങൾ പക്ഷെ നാട്ടിൽ കൊണ്ടേ നമുക്ക് കുത്താൻ കേട്ടോ. പക്ഷെ നാട്ടിൽ നിന്നുള്ള സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കുത്താൻ പറ്റത്തില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. അത്ര ഒരു വില കൂടുതലായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് വില കൂടിയ സാധനങ്ങളും മേടിക്കാം, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള അവസരങ്ങൾ ഇവിടെ ജർമ്മനിയിലുണ്ട്. കറി പൗഡറുകൾ കൊണ്ടുവരിക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഓൺലൈനായിട്ടൊക്കെ വാങ്ങിക്കാൻ പറ്റും. പക്ഷെ എന്നാലും അത് കമ്പാരിറ്റീവ്ലി കുറച്ച് വില കൂടുതലാണ്. അത് കാരണം കറി പൗഡറുകൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് എല്ലാം കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ പുളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, മീനൊക്കെ വെക്കുമ്പോൾ ഇടുന്ന പുളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. പിന്നെ കറിവേപ്പില കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. നമ്മുടെ പയർവർഗ്ഗങ്ങൾ കാര്യങ്ങളൊക്കെ അതൊക്കെ കൊണ്ടുവരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. പക്ഷെ അത് ഇവിടെ മേടിക്കാനും കിട്ടും.
ഇൻ കേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഇവിടെ മേടിക്കാനും കിട്ടും. അരിയൊക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണ്. നമുക്കിപ്പോൾ ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും നമുക്ക് അരിയൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ആദ്യമായിട്ട് സിംഗിൾ ആയിട്ട് വരുന്ന ആളുകളൊക്കെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവരാതെ പ്രയോറിറ്റി അനുസരിച്ച് അച്ചാറ്, ചമ്മന്തിപ്പൊടി അങ്ങനത്തെ സാധനങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇൻ കേസ് നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കൂട്ടിയൊക്കെ ചോറ് കഴിക്കാമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഫാമിലിയൊക്കെ ചേരുന്ന സമയത്ത് ഇവർ ഒത്തിരി ആളുകൾ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ വെയിറ്റ് ഒക്കെ അനുസരിച്ച് നമുക്ക് കൂടുതൽ സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അതായിരിക്കും നല്ലത്. പിന്നെ ഇപ്പം നിങ്ങൾ വരുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് പരിചയക്കാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക നിങ്ങൾക്ക് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങി വയ്ക്കാൻ പറ്റും. അപ്പോൾ അവരങ്ങനെ സഹായിക്കാൻ മനസ്സുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഹെൽപ്പ് കിട്ടും. പിന്നെ ഇന്ന സാധനങ്ങൾ കിട്ടുമോ എന്ന് നിങ്ങൾക്ക് സമാധാനപരമായിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. ബയോമെട്രിക് ഫോട്ടോ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇപ്പൊ വരുമ്പോൾ തന്നെ നമുക്ക് എവിടെ എടുക്കാൻ പറ്റുക എങ്ങനെയാണെന്നും അറിയാൻ പറ്റത്തില്ലോ. അത് കാരണം ഒരു ബയോമെട്രിക് ഫോട്ടോ അല്ല 1-2 ബയോമെട്രിക് ഫോട്ടോ നമ്മുടെ വിസ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഇവിടെ DMൽ ഒക്കെ കിട്ടും. വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങൾ ഇവിടെ DMലാണ് കിട്ടുന്നത്. ഞാൻ ബയോമെട്രിക് ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഞാൻ DMൽ പോയിട്ട് എടുക്കാറ്. അപ്പം ഇൻ കേസ് ഇപ്പൊ വരുന്ന സമയത്ത് തന്നെ എല്ലാത്തിനും കൂടി ഇവിടെ ചെയ്യാനുള്ള ഒരു സമയം കിട്ടാത്ത അവസരത്തിൽ ഒരു ബയോമെട്രിക് ഫോട്ടോ അല്ലെങ്കിൽ 2 ബയോമെട്രിക് ഫോട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് വളരെ നല്ല ഐഡിയ ആയിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് വളരെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കുമെന്ന് തോന്നിയിട്ടുള്ള സാധനങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. പിന്നെ വീഡിയോ ഉപകാരപ്രദമാകും എന്നുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.